ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രാമായണ മാസത്തിൽ ഞങ്ങളെ ആമിക്കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇരുന്നലങ്കോട് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇരുന്നലങ്കോട് ക്ഷേത്രം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് ഇരുന്നലങ്കോട് അമ്പലം. ഇരുന്നലങ്കോട് സ്ഥലത്ത് തന്നെയാണ് ഇരുന്നലങ്കോട് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അത് പാറയോട് കൂടി ചേർന്നിട്ടുള്ളൊരു അമ്പലം കൂടിയാണ്. ധാരാളം വൃദ്ധസദനം പോലെ പാവപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് അഭയം കൊടുക്കുന്ന ഒരു മന്ദിരം കൂടിയുണ്ട് ഈ അമ്പലത്തിൽ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം ജനങ്ങളുണ്ട്. പല നാട്ടിൽ നിന്നും വന്ന ആളുകളുണ്ട്. പിന്നെ ദിവസേന അന്നദാനമുള്ള ഒരു അമ്പലം കൂടിയാണിത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. മൂക്കിലാത്തപ്പ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ പാറയോട് കൂടി ചേർന്നിട്ടുള്ളൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ പാറയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ബേസ്. ആ പാറയുടെ മുകളിൽ ഒരു മുനിയറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശിവൻ്റെ ഒരു ശിവലിംഗമൊക്കെ ആയിട്ടുള്ളൊരു മുനിയറ അതിൻ്റെ മുകളിലുണ്ട്. മഴ ആയതുകൊണ്ട് ഞങ്ങൾക്കത് കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വഴിപാട് കൗണ്ടറിൽ നിന്ന് ചോറൂണിൻ്റെ രസീതിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. നിറയെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ക്യൂ നിന്ന് കണ്ട് ഞങ്ങൾ ചോറ് കൊടുക്കാനായിട്ടിരുന്നു. 3 പേരുണ്ടായിരുന്നു അന്ന് ചോറ് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഇതിലാണ് ഇരുത്തിയിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ പൂജാരി വന്ന് പ്രസാദം കാര്യങ്ങളൊക്കെ തന്ന് കുട്ടിക്ക് ആദ്യം പുണ്യാഹം കൊടുക്കാൻ പറഞ്ഞ് കുട്ടിക്ക് കൂറിയിട്ട് കൊടുത്തു. പിന്നെ ചോറ് കൊടുക്കാൻ ഓരോ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചോറ് കൊടുക്കാൻ പറഞ്ഞ് അതിനനുസരിച്ച് ഏട്ടൻ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൂടി ഒരുമിച്ചിരിക്കായിരുന്നു. അങ്ങനെ ഏട്ടനാണ് കുട്ടീനെ എടുത്തിട്ട് കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചോറ് കൊടുക്കുകയാണ്. അമ്മക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രസാദം. അവൾ വേഗമായ കാണിക്കുന്നുണ്ട്. പൂജാരി ഓരോ മന്ത്രങ്ങളും പറയുന്നത് ആ മന്ത്രത്തിനനുസരിച്ചിട്ടാണ് ചോറ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് പപ്പടം ചവിട്ടൽ പറഞ്ഞൊരു പ്രധാന ഒരു വഴിപാടുണ്ട് ഇവിടെ. അത് നമുക്ക് ശാരീരികമായിട്ട് വൈരാഗ്യം കേടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വഴിപാട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പപ്പടം ചവിട്ടി കഴിഞ്ഞാൽ അതൊക്കെ മാറുന്ന ഒരു ഇതുള്ളത്. അങ്ങനെ കുട്ടിക്ക് എല്ലാവരും ചോറ് കൊടുക്കുകയാണ്. ഞാൻ കൊടുത്തു, അതുപോലെ കിച്ചൂസ് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടി കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്. അങ്ങനെ അവിടുന്ന് എല്ലാ ഭാഗത്തും തൊഴുതിറങ്ങിയതിന് ശേഷം താഴത്ത് ശിവനും പാർവതിയും കൂടിയിട്ടുള്ള ഒരു പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് തൊഴാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ അവിടെയും തൊഴുതിറങ്ങിയതിന് ശേഷം അമ്പലത്തിൻ്റെ പിൻഭാഗത്ത് ഇതാ വലിയ പാറയാണ്. പാറയുടെ തുടക്കം ഇവിടുന്ന് തുടങ്ങുന്നത്. അമ്പലത്തിനോട് ചേർന്നിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട് മഴ ആയതുകൊണ്ട് തന്നെ എടുത്തുകൂടെ തോടുണ്ട്. ആ തോട് കൂടെ വെള്ളം നന്നായിട്ട് ഒഴുകുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ വെള്ളം കണ്ടിട്ട് കയറി അങ്ങോട്ട് ചാടി പോകുന്നുണ്ട് കേട്ടോ. പാറയുമ്പോൾ നിറച്ച് വഴുക്കലാണ്, അങ്ങോട്ട് മേലേക്ക് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പം മുതലേ ഞാൻ വന്ന് തൊഴുതിരുന്ന ഒരു അമ്പലമാണ്. കാരണം എൻ്റെ വീട്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുള്ള അമ്പലമാണിത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും